ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കിന്ന് പഴയ കാലത്തിലേക്കൊന്ന് പോയായിരുന്നു തോന്നിയിട്ട്. പഴയ കാലം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഏജിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഓർമ്മകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒരു മഴ പെയ്യാണെന്ന് വിചാരിക്കട്ടോ. അപ്പോൾ ആ മഴ പെയ്യുമ്പോഴുണ്ടല്ലോ, ആ പുതുമഴ എന്ന് പറയില്ലേ, പുതുമഴയുടെ ഒരു മണം, മണ്ണൊക്കെ നനഞ്ഞിട്ടുള്ളൊരു മണം. ആ മഴ പെയ്തിട്ട് ആ മണം വരുമ്പോൾ നമുക്കൊരു പ്രത്യേകമായൊരു നെസ്റ്റാൾജി വരും. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോയത്, മഴ നനഞ്ഞു പോയതൊക്കെ ഓർമ്മ വരാറില്ലേ? എനിക്കങ്ങനെ കേട്ടോ, മഴ പെയ്യുമ്പോൾ പല കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നനഞ്ഞും യൂണിഫോം നനഞ്ഞൊക്കെ പോയ ഒരു കാലം നമുക്ക് ഓർമ്മ വരില്ലേ? അതാണ് കേട്ടോ ഞാൻ പഴയ കാലത്തെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ കുളത്തിൽ മീൻ പിടിക്കാൻ പോയത്, കണ്ണിമാങ്ങ പറക്കാൻ നടന്ന കാലങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂലേ? എത്ര നല്ല കാലങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ അത്തിക്കളി, കല്ലുകളി ഓർമ്മയില്ല, ഞാനതൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അത്തി കളിച്ചിട്ടുണ്ട്, കല്ല് കളിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തൊക്കെ അന്ന് ഓടും, കല്ല് കളിക്കാനായിട്ട് ഓടും കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒന്നുമില്ല. അവരിപ്പോൾ ഓടി വരുന്നത് എന്തിനാണ്? മൊബൈൽ എടുക്കാനാണ് കേട്ടോ. കാലങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. പിന്നെന്താണെന്ന് വെച്ചാൽ ചില ആളുകളെ കാണുമ്പോൾ, ഇപ്പോൾ പുറത്തൊക്കെ പോണ സമയത്ത് പണ്ടത്തെ ആളുകളെ കാണും. അതായത് നമ്മളെ കൂടെ നമ്മുടെ ബാല്യകാലം പങ്കിട്ട കുറച്ച് പേരൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ. അന്ന് സൗഹൃദപരമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാട് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ പങ്കിട്ട നല്ല കാലങ്ങൾ എന്നും വൈകുന്നേരങ്ങളിലൊക്കെ അവർ വരും. അപ്പോൾ അവർക്ക് ചായ കാപ്പി ഉണ്ടാക്കലൊക്കെ എൻ്റെ ഡ്യൂട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്. അപ്പോൾ ആ കാലമൊന്നും എനിക്ക് തിരിച്ച് കിട്ടില്ലെന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയുക, ഒരു സ്നേഹത്തിൻ്റെ ഒരു കണ്ണുനീരും കൂടി ആ ഓർമ്മയിൽ എനിക്കുണ്ട് കേട്ടോ. അതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ, ഇനി ആ ജീവിതമൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വേഗമാണ് ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ പഴയ കാലത്തെ കുറിച്ച് പഴയ പരിചയക്കാരൊക്കെ കാണുന്നുണ്ടോ പല സ്ഥലങ്ങളിൽ. അങ്ങനെ ഉള്ള പല പരിചയക്കാരെ കാണുമ്പോൾ എന്താ പറയുക, മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷം തോന്നി കണ്ണുകൾ നിറയുന്ന ഒരു അവസ്ഥക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറയും, എത്ര നാളായി കണ്ടിട്ട്, അന്നൊക്കെ എന്ത് രസമായിരുന്നില്ലേ നമ്മുടെ ജീവിതം. ഇപ്പോൾ ആരെയും കാണാനും സംസാരിക്കാനൊന്നും സമയമില്ലല്ലോ കേട്ടോ. അപ്പോൾ ശരിയല്ലേ? അപ്പോൾ അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് അതൊക്കെ. മധുരമുള്ള ഓർമ്മ എന്ന് പറയാം അതൊക്കെ. പക്ഷെ ആ മധുരമുള്ള ഓർമ്മകൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം അതിൽ നിൽക്കുന്നുണ്ട്. നമുക്കിനി തിരിച്ച് കിട്ടാത്ത കാലങ്ങളാണല്ലോ അതൊന്നും കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അത്ഭുതവും സംഭവിക്കാൻ തോന്നാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും പോകാത്തൊരു സാഹചര്യം നമുക്കുണ്ട് ഇല്ലേ? നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നത് പോലും നമുക്ക് അറിയില്ല ചിലപ്പോൾ. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കല്യാണമായിരുന്നു, ഒരു ഫംഗ്ഷനായിരുന്നു, നമ്മളത് വാട്സപ്പിലൂടെ ഗ്രൂപ്പിലോ ഇതൊക്കെ അറിയിച്ചിട്ടാണ് നമ്മൾ കല്യാണം ക്ഷണിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ? ഇപ്പോൾ തൊട്ടടുത്ത അയൽപക്കത്താരെ താമസിക്കുന്നത് പോലും നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഇപ്പോൾ അവരെ നമ്മൾ ഫോണിലൂടെയും നമ്മൾ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കാണേണ്ട ഒരു സാഹചര്യം നെക്സ്റ്റ് അടുത്ത തലമുറയിലേക്ക് വരും. കാരണം എല്ലാവരും ഇപ്പോൾ മൊബൈലിലേക്ക് ഒതുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ആർക്കും ആരെ കാണാനൊന്നും സമയമില്ല. എല്ലാവരും തിരക്കിട്ട് യാത്രയാണ്. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര വേഗമാണ് ആ ദിവസം കഴിയുന്നത്. ഒരു പുസ്തകത്തിലെ പേജുകൾ മറിയുന്നത് പോലെയല്ലേ ദിവസങ്ങളിങ്ങനെ കടന്നു പോയിട്ട് ഇരിക്കുന്നത്. നമ്മളങ്ങനെ ഓടി 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 നമ്മളെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസങ്ങളും ഓരോ താളുകളും നമ്മൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കാറില്ലേ നിങ്ങൾ? എനിക്ക് ഇങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഞാൻ ആലോചിക്കട്ടെ, ശരിക്കും ഇതാണോ ജീവിതം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച് പോകട്ടെ. നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നില്ല, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷമാണ് നമുക്ക് ജീവിതം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നതൊക്കെ നമ്മൾക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടും വരുന്നുണ്ട്, പ്ലാൻ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമ്മളെക്കാളും പ്ലാൻ ചെയ്യുന്ന ഒരാളില്ലേ? നമ്മളെക്കാളും പ്ലാൻ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ട്. അതാണ് നമ്മൾ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാൾ വേറെ ഇരിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഴയ കാലം പറഞ്ഞ് വേറെ കാര്യത്തിലേക്കാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇത് പിന്നിപ്പോൾ എന്ന് വെച്ചാൽ വെറൈറ്റികൾ ഒരു കാലമുണ്ടോ? വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ പുതുമകൾ,
ഓരോ ദിവസം നമ്മൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, പുതുമകളിലൂടെ അങ്ങനെ കടന്നു പോകുന്നത്. പുതുമകൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഏതാണെന്ന് നോക്കേണ്ടതെന്ന് അറിയില്ല. അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും വാഹനങ്ങളുടെ കാര്യത്തിലായാലും എന്ത് നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ പുതുമകളുടെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ കാലത്തൊക്കെ ആൾക്കാർ കാണാനും സംസാരിക്കാനും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് യന്ത്രവൽകൃതമായൊരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പുതുമഴ പെയ്യുന്നതും ആ മഴ കൊള്ളുന്നതും തോട്ടിൽ പോയി കുളിച്ചതും അത്തികളിലും കല്ലുകളിലും പിന്നെ എന്താ പറയുക മീൻ പിടിക്കാൻ പോയതും പാടത്ത് കൂടെ നടന്ന് ചെളിയിലൂടെയൊക്കെ നടന്നിട്ട് അതുപോലെ തുമ്പീനെ പിടിക്കാൻ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. തുമ്പി കുഞ്ഞു തുമ്പികളില്ലേ, ആ തുമ്പിനെ പിടിച്ചിട്ട് അതിൻ്റെ വാലിൻ്റെ അവിടെ കല്ല് കെട്ടിയിടും. പിന്നെ തുമ്പികളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അകത്ത് വെച്ചിട്ട് ആ റൂമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പറത്തി വിടും. മനസ്സിലായി? ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവില്ലേ റോഡരികിലൊക്കെ, ആ കുഞ്ഞു പൂക്കളൊക്കെ പറിച്ചിട്ട് ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ സ്വഭാവം കേട്ടോ. നടന്ന് പോകുമ്പോഴുണ്ടല്ലോ ഈ റോഡിൻ്റെ വശത്തൊക്കെ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീടിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തൊക്കെ ചെറിയ പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ ഞാനിപ്പോഴും നടന്ന് പോകുമ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ മണപ്പിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ നടന്ന് വരുന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നാണക്കേടില്ല റോട്ടിൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അതൊന്നും അങ്ങനെ വലിയ നാണക്കേടൊന്നും ഇല്ലാത്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ ഇതൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും നമുക്കിതുപോലെ വണ്ടിയിലൊന്നല്ലല്ലോ വരുന്നത്, നടന്ന് പോയിട്ട് ഒരുപാട് നടന്ന് പോയിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ. അപ്പോൾ ആ നടന്ന് പോണ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ വഴിയരികിലുള്ള അത്യാവശ്യം പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടും അങ്ങനെയൊക്കെ നമ്മൾ നടന്നിട്ട്. അപ്പോൾ എനിക്കതൊക്കെ എൻ്റെ ബാല്യകാലത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഓർമ്മ വരുന്നത് ഇതൊക്കെ. പിന്നെ ഞാൻ എൻ്റെ പഴയ നടന്ന് പോണ പഴയ വഴികളിലൂടെയൊക്കെ ഞാൻ നടക്കാൻ ശ്രമിക്കും. അപ്പോൾ പഴയ ഉത്സവങ്ങൾ നടക്കാൻ, ഞങ്ങൾ വീടിനകത്ത് ഉത്സവങ്ങൾ നടക്കുന്ന പറമ്പുകളൊക്കെ, അപ്പോൾ ആ വഴി കൂടിയാണ് എൻ്റെ സ്കൂളിലേക്കാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ആ ഉത്സവപ്പറമ്പെത്തുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ കുപ്പിവളകൾ പൊട്ടി കിടക്കുന്നുണ്ടാവും. ഈ ഉത്സവം കഴിഞ്ഞ് പോകുമ്പോൾ ഈ കുപ്പിവളകൾ നിറച്ച് പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആ കുപ്പിവളകൾ പറക്കാൻ മാത്രമായിട്ട് പിറ്റേ ദിവസം പോകും. ആ പിറ്റേ ദിവസം പോയിട്ട് ആ പല കളറിലുള്ള കുപ്പിവളകൾ പൊട്ടിയ ആ കുപ്പിവളകളുടെ ചില്ലുകൾ വളപ്പൊട്ടുകൾ എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കും. എന്നിട്ട് അത് ഞങ്ങൾ വളപ്പൊട്ടുകളി എന്നിട്ട് കളിക്കുന്നുണ്ടാവും. എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു കളി ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളും ചിലപ്പോൾ അങ്ങനെ കളിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ എന്താണ് ബലൂണിൻ്റെ പൊട്ടുകൾ പല അതൊക്കെ ഒരു കൗതുകമാണ് കേട്ടോ. അനുഭവം തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് വള തന്നെ കാണുമ്പോൾ വേണ്ട, അവർക്ക് ഒന്നും വേണ്ട, അവർക്ക് ഇഷ്ടം പോലെ ഇല്ല. പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വള മാല സാധനങ്ങളൊക്കെ അവർ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നില്ല. പക്ഷെ അവർ പുറത്തിറങ്ങുമ്പോഴുണ്ടല്ലോ ഒരു വളം പോലും അവർ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അവർക്ക് ഇഷ്ടമില്ല, പക്ഷെ അവർക്ക് വാങ്ങാൻ ഇഷ്ടമാണ്, അവർക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമാണ്, അവർക്ക് കാണാനാണ് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വളപ്പൊട്ട് പറക്കാൻ പോകും. പിന്നെ ആദ്യം ഇങ്ങനെ കണ്ടു വെക്കും. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ വളകൾ മാലകളൊക്കെ എത്ര സ്ലൈഡുകൾ അവിടെ ഉത്സവപ്പറമ്പിൽ അതൊക്കെ ഞാൻ കണ്ടു വെക്കും. എന്താ വെച്ചാൽ നമുക്ക് തിരിച്ച് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ അത് വാങ്ങണമെന്ന് വെച്ചിട്ട് ആ കളർ വെക്കും. ഇങ്ങനെ ഒന്നും ആലോചിച്ച് നോക്കൂലേ എത്ര വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ആർക്കും ഒന്നും വേണം, ഒന്നിനോടും ആർക്കും ഒരു ക്ഷാമമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡ്രസ്സായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരികളുണ്ട്, എനിക്കൊരു നല്ലൊരു ഫ്രണ്ടൊക്കെ ഏറ്റവും അടുത്ത ഇപ്പം എല്ലാവർക്കും ഉണ്ടാവില്ല ഏറ്റവും അടുത്ത കൂട്ടുകാരികൾ. അതായത് നമ്മുടെ തൊട്ട് അടുത്ത് നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് എപ്പോഴും നമുക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരി ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടുകാരികൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇപ്പോൾ ഭക്ഷണം അതിപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യും. സമയത്തുള്ള ആ ഭക്ഷണം ആലോചിച്ച് ബെഞ്ചുമേൽ ഇരുന്നിട്ട് ആ ഭക്ഷണം നമ്മൾ ബെഞ്ച് ഇരുന്നിട്ട് എല്ലാവരും ഒരേപോലെ ആ ഡെസ്കുമേൽ ചോറ് മാത്രമൊക്കെ തുറക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ അച്ചാർ പല സൈസ് വെറൈറ്റി ഉപ്പേരികൾ കറികൾ ഇങ്ങനെ എല്ലാവരും ഷെയർ ചെയ്ത് ഉച്ച സമയത്തൊക്കെ വിശപ്പിങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ആ കാലമൊക്കെ ഒന്ന് ഇപ്പോൾ ഓർത്ത് നോക്കും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമായിട്ട് അവർക്ക് ചോറ് കൊണ്ടുപോകാൻ പോലെ തന്നെ മടിയാണ്. മനസ്സിലായി? ഇപ്പോഴത്തെ കാലം അപ്പോഴത്തെ കാലം നമ്മുടെ വ്യത്യാസമാണ് പറയുന്നത്. അവർക്കിപ്പോൾ ചോറ് കൊണ്ടുപോകാൻ മടിയാണ്, അവർക്ക് ചോറൊന്നും വേണ്ട.
അവർക്ക് വിശപ്പില്ല. ചോറ് കൊടുത്താൽ തന്നെ വളരെ കുറച്ച് ഇടുള്ളൂ. ഇത് മതി കഴിക്കാമെന്ന് വെച്ച് നമ്മളെ കാലത്തൊക്കെ അങ്ങനെയാണ്. ഉച്ച നേരം നമുക്ക് വിശന്നിട്ട് എന്താ പറയുക, ചോറ് പാത്രത്തിൽ നിന്ന് ചോറ് എന്ത് കറിയാലും കുഴപ്പമില്ല, തിന്നാനുള്ളൊരു വ്യഗ്രത നമ്മൾ കാണിക്കുന്നത് അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല കേട്ടോ. പിന്നെന്താ പറയുക, അതുപോലെ ഡ്രസ്സ് യൂണിഫോം അല്ല എല്ലാ ദിവസവും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കളർ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കളർ ഇടാൻ ഓപ്ഷൻ വരുന്നത് എന്തെങ്കിലും സ്പോർട്സ് ഡേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദിവസങ്ങൾക്കോ. പിന്നെ ഷാളുകൾ മാത്രമേ ഞങ്ങൾക്ക് മാറിയിടാറുള്ളൂ. പിന്നെ ഷാളിന് നിർബന്ധമില്ല, യൂണിഫോം ഇട്ടാലും പല കളർ ഷാളുണ്ട്. അപ്പോൾ ആ ഷാൾ വരെ ഞാനും എൻ്റെ ഫ്രണ്ടുകളും തമ്മിൽ മാറ്റിയിട്ടുണ്ട്. അതായത് വേറൊരാളുടെ ഷാൾ നല്ല കളർഫുൾ ഷാളാണെങ്കിൽ, അപ്പോൾ എൻ്റെ വേറെ കളറാണെങ്കിൽ ഞങ്ങൾ രാവിലെ വന്നിട്ട് ആ ഷാൾ എനിക്ക് തരുമെന്ന് ചോദിച്ചിട്ട് അതിടും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ആ ഷാൾ മാറി അവൾക്ക് കൊടുക്കുക കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കപ്പോൾ അതിനോടൊപ്പം ഒരു ഇൻട്രസ്റ്റ് നോക്കണം. എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ നമ്മളന്നൊന്നും അത്ര വലിയ ഡ്രസ്സൊന്നും മാറി മാറി ഉപയോഗിക്കാറില്ല. ഷാളുകളായാലും നമ്മളെ കാലത്തൊന്നും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറൊന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു യൂണിഫോം, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം പെരുന്നാളിൽ കിട്ടുന്ന ഡ്രസ്സുകൾ, കല്യാണം വന്നാൽ കിട്ടുന്ന ഡ്രസ്സുകൾ, അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, വലിയ ഡ്രസ്സുകളാണല്ലോ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓൺലൈനിൽ അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് അവർക്കൊന്നും ഇതൊന്നും ഒരു പുതുമയല്ല. പക്ഷെ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. കുട്ടിക്കാലം എന്ന് പറയുന്നത് ആ പഴമയുടെ കാലം ഈ പുതുമയുടെ കാലം തമ്മിലൊരു വ്യത്യാസമൊന്നും നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. ഞാനിത് പറയുന്നത് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലത്തും നിങ്ങളിങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനോട് പറയാൻ കേട്ടോ. കമൻറ്റിലൂടെ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പറയാൻ കേട്ടോ. അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു കാര്യം കേട്ടോ, എന്താണെന്ന് വെച്ചാൽ കോട്ടകളി എന്ന് പറയട്ടെ. കോട്ടകളി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ കളിയുടെ പേര് വ്യത്യാസം ഉണ്ടാകുമോ. ഇങ്ങനെ 4 സ്ക്വയറായി വരച്ചിട്ട് കാലും കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ വരയ്ക്കട്ടെ. എന്നിട്ട് എന്താ പറയുക, കൊക്കരക്കോന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് 2 കൈ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചിട്ടുള്ളൊരു